കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിനെതിരെ കേരളത്തിലെ എംപിമാരുടെ പിന്തുണ തേടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എംപിമാർക്ക് മന്ത്രി കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് മന്ത്രി കത്തിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി സനീറ്റ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സനീറ്റ, ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ NEP-യുമായൊക്കെ ബന്ധിപ്പിച്ച് സമൂലമായ മാറ്റത്തിലേക്ക് വഴിവെക്കുന്ന ബില്ലാണ് അവതരിപ്പിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കടിഞ്ഞാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുക്കുമെന്നാണ് വിമർശനം. ഇപ്പോൾ മന്ത്രി എന്തൊക്കെയാണ് പറയുന്നത്? എന്ത് പറഞ്ഞാണ് മന്ത്രി പിന്തുണ അഭ്യർത്ഥിക്കുന്നത്? അങ്ങനെ തന്നെയാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിനെ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ പൂർണ്ണമായും ഇത്തരത്തിൽ ഇതിനെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ബില്ലിനെതിരെ പിന്തുണ തേടിയാണ് കേരളത്തിലെ എംപിമാർക്ക് കത്തയച്ചിരിക്കുന്നത്. റോജി എം ജോൺ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആണ് ഇത്തരത്തിൽ കേരളത്തിലെ എംപിമാർക്ക് കത്തയച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് മന്ത്രിയുടെ ആവശ്യം. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകാധിപത്യമായി പെരുമാറുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥകളാണ് ഈ ബില്ലിൽ പ്രധാനമായും പറയുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്ന ഒരു ബില്ല് കൂടിയാണ്. നമുക്കറിയാം, സംസ്ഥാനത്തെ നിയമങ്ങളെ പോലും മറികടന്ന് കേന്ദ്രത്തിന് അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ബില്ലിൽ അധികാരം നൽകുന്നു. ഇതാണ് പ്രധാനമായും റോജി എം ജോണും ഇതിൽ ഈ കത്തിൽ ഇത്തരത്തിൽ പിന്തുണ തേടി എംപിമാർക്ക് അയച്ച കത്തിലും പ്രധാനമായും പറയുന്നത്. സംസ്ഥാനങ്ങളുടെ വ്യവസ്ഥകൾ ഭരണഘടനാപരമായ അധികാരങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ബില്ല് ബാധിക്കുമെന്ന് പ്രധാനമായും പറയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ കേരളത്തിലെ സർവകലാശാലകളിൽ ഇത്തരത്തിൽ കാവ്യവൽക്കരിക്കപ്പെടുത്തുവാനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകൾ കൊണ്ടുവരുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു ബില്ല് ഇതിന് കൂടുതൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോളേജുകളിൽ കൂടുതൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകൾ ഇത്തരത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ബില്ലാണ് ഇതെന്ന് പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും സർവകലാശാലയെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുവാനും ഇടയാക്കുന്ന തരത്തിലുള്ള ബില്ലാണിത്. ഇത് പൂർണ്ണമായും തള്ളിക്കളയണം, ഇതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ വ്യക്തമാക്കുന്നത് ഈ കത്തിലൂടെ. ഗൗതം, ശരി, സനീറ്റയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റത്തിനെതിരെ ശക്തമായി പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.